ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് നിസ്കാരത്തിൽ ഏറ്റവും അടുക്കുന്നത് സുജൂദിൽ കിടക്കുന്ന സമയത്താണ്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കണമേ. ഇമാമിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് സുന്നത്ത് നിസ്കരിക്കും എന്ത് ചെയ്യുക? നമുക്ക് വാരിതായ ദുആകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്ന നിമിഷം നമ്മൾ സുജൂദിൽ നിൽക്കുമ്പോഴാണ്. ഫക്തിറു അദ്ദുആ. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഒന്നും നമുക്ക് ചൊല്ലാൻ അറിയില്ല എന്ന് വിചാരിക്കുക, മനസ്സിൽ ദുആ ചെയ്യാം. അറബിയിൽ ഖുർആനിലോ ഹദീസിലോ വന്ന് വാരിതായ ദുആകളാണ് ചൊല്ലേണ്ടത്. അതറിയില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു പോകരുത്, നിസ്കാരം ബാത്തിലാവും. അങ്ങനെയാണ്, ഓരോന്നിനും പ്രോട്ടോക്കോളില്ലേ. പാസ്പോർട്ട് ആളറിയണം, പാസ്പോർട്ട് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? അത് ഇംഗ്ലീഷിൽ എഴുതാം എന്ന പോലെ ഓരോന്നിനും ചില ഡോക്യുമെൻറ്റുകൾ അതിൻ്റേതായ ചില റൂൾസ് ഉണ്ടാവും. നിസ്കാരത്തിൻ്റെ റൂൾ അതാണ്. ആ ഒരു ബേസിക് അറബി ഒരു മുസ്ലിം പഠിച്ചിരിക്കണം എന്നാണ്. നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും ഫാത്തിഹയും സൂറത്തും മിനിമം ആ നിസ്കാരം നിർവഹിക്കാൻ ആവശ്യമായതാണ് ഒരാൾ മുസ്ലിമായാൽ ആദ്യം പഠിക്കേണ്ടത്. അതിൻ്റെ വാജിബാണ്, അതിൻ്റെ ഫർളാണ്, റുക്നാണത്. അപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ദുആ ചെയ്യാം. സുജൂദിൽ നമ്മൾ സുബ്ഹാന റബ്ബി അൽ അഅല വ ബിഹംദിഹി എന്നൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഒരു 5 പ്രാവശ്യം 7 പ്രാവശ്യം 11 പ്രാവശ്യമോ 33 നിങ്ങൾ എത്രയും ചൊല്ലാം. നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കല്ലേ, ഒറ്റയ്ക്ക് എത്രയും നീട്ടി നിസ്കരിക്കുക. അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഖൽബ് കൊണ്ട് ഇങ്ങനെ ദ്വാരക്കാം. നമുക്കൊന്നും അറബിയിലൊന്നും ചൊല്ലാൻ അറിയില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ ഖൽബ് കൊണ്ട് ഇങ്ങനെ ദ്വാരക്കാം, അവിടെ കിടന്നിട്ട് ദ്വാരക്കാം. അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹു എനിക്ക് ഉത്തരം തരും എന്ന ഉറപ്പിൽ നിങ്ങൾ ചോദിച്ചോളൂ, അള്ളാഹു ഉത്തരം തന്നിരിക്കും. അത് അനുഭവിക്കണം, അത് അനുഭവിക്കാനുള്ളതാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അസ്മാ ബീവിൻ്റെ മോനാണ്. സിദ്ദീഖ് തങ്ങളുടെ പേരക്കുട്ടി, പുള്ളി എന്ന് പറയും ചില ഭാഷയിൽ. സിദ്ദീഖ് തങ്ങളുടെ മോളുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സുജൂദിൽ കിടക്കും പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലിസുബൈർ ബിനിൽ അവ്വാം വലി അസ്മാ ബിൻതി അബീ ബക്കർ. പാപ്പാക്കും ഉമ്മാക്കും വേണ്ടി വരുന്നു എന്നാണ് അല്ലേ. അല്ലാഹു സുബൈർ ബിൻ അവ്വാം തങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, അസ്മാ ബീവിക്കും പുറത്തു കൊടുക്കണേ. അത് ഉമ്മയും വാപ്പയാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് ഹനഫി മദ്ഹബിൻ്റെ പ്രഗത്ഭനായ പണ്ഡിതൻ, സ്വാഹിബു അബി ഹനീഫ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ ദുആരക്കും, അല്ലാഹുമ്മ ഗ്ഫിർലി വലി വാലിദയ്യ വലി അബി ഹനീഫ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗ്ഫിർലി വലി വാലിദയ്യ വലി ഷാഫിഈ. ഷാഫി ഇമാമിനും പുറത്തു കൊടുക്കണേ. അഹ്മദ് ഹംബൽ തങ്ങളുടെ ഉസ്താദാണ്. ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സുജൂദിൽ കിടക്കുമ്പോൾ ദ്വാരക്കാറുണ്ടെന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. സ്വല്ലല്ലാഹു